കൺഗ്രാജുലേഷൻ. ഞാനിപ്പോൾ റൈറ്ററാണ്. കഴിഞ്ഞ വർഷം വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങളെന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇനിയൊരു പുസ്തകം എഴുതുമ്പോൾ ഞാൻ പ്രകാശനം പോലെ. എന്റെ വീട്ടിലൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാമോ? കുട്ടിക്ക് ആവശ്യമുള്ള പുസ്തകം മേടിച്ചു കൊടുക്കണം. വരദയുടെ ആഗ്രഹം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ല. അല്ലെങ്കിലും യൂസുഫ് അലിയൊക്കെ പരിഗണിക്കുന്ന വിഷയങ്ങൾ അങ്ങനെ ആകാറില്ല. കഴിയുന്നത് പറയും, പറയുന്നത് ചെയ്യുകയും ചെയ്യും. വരദ എന്ന മലയൻകീഴ് സ്വദേശിയായ കൊച്ചുമിടുക്കിക്ക് അത് ബോധ്യപ്പെട്ടത് ഈ വർഷാന്ത്യത്തിൻ്റെ ആരംഭത്തിലാണ്. പലപ്പോഴും യൂസുഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനെക്കുറിച്ച് ആളുകൾ പലതരം കഥകളും, നമ്മുടെ ജയശങ്കർ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പൊടിക്കും മേമ്പൊടിക്കുമൊക്കെ എന്തോ ഒരു അസ്വസ്ഥത മൂലം പലതുമൊക്കെ പറഞ്ഞു പറ്റിക്കുമ്പോഴും ആ മനുഷ്യൻ നടന്നു പോകുന്ന വഴികളിൽ, കേൾക്കുന്ന ശബ്ദങ്ങളിൽ, കാണുന്ന മനുഷ്യർക്ക് തന്നെക്കൊണ്ടാകുന്ന പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന സഹായമായി മാറാറുണ്ട്. അങ്ങനെ തീരാറുണ്ട്. എനിക്കുമുണ്ട് ചിലത് പറയാൻ. എൻ്റേത് തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് അടുത്തൊരവസരത്തിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ശ്രദ്ധയിൽ ഒരു പൊതുപരിപാടിക്കിടയിലാണ് കൊച്ചിയിൽ വെച്ച് ഈ വരദ എന്ന് പറയുന്ന പെൺകുട്ടി കാണുന്നത്. എന്നിട്ട് അവൾ യൂസുഫ് അലിയോട് അവൾ വായിച്ചു തീർത്ത ആയിരക്കണക്കിന് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. വരദയുടെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇനിയൊരു പുസ്തകം തൻ്റേത് യൂസുഫ് അലി പുറത്തിറക്കണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ വായിച്ച പുസ്തകങ്ങളുടെ കണക്കും ഒക്കെ അദ്ദേഹത്തിന് അത്ഭുതമുണ്ടാക്കിയത്. ഈ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുന്നതിനുള്ള അതിൻ്റെ ഷെൽഫിൻ്റെ പരിമിതികളും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളുടെ കാര്യവുമൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ 6ാം ക്ലാസ്സുകാരി യൂസുഫ് അലിയോട് പറഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വായന, എഴുത്ത് എന്നൊക്കെ പറയുന്ന വളരെ അനുഗ്രഹീതമായ കഴിവിലും കലയിലും വാസനയുള്ള ഈ കുട്ടിയുടെ ഒരു താല്പര്യവും അഭിരുചിയും അകക്കാമ്പുമൊക്കെ തിരിച്ചറിഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും മാതാപിതാക്കൾ വേണ്ടത്ര പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ വാങ്ങി നൽകിയിരുന്നു. കൂട്ടുകാരെയൊക്കെ കൂട്ടി സവിശേഷമായി ഈ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനും വായനയുടെ ലോകത്ത് സന്തോഷപൂർവ്വം ജീവിക്കുന്നതിനും അവസരം കണ്ടെത്തിയ കൊച്ചുമിടുക്കിയാണ് ഈ 6ാം വയസ്സുകാരി. അതൊക്കെ എന്താണ് ഇത്രമേൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നൊക്കെ ഒരു പ്രസവിച്ച് ഓർമ്മയാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കേണ്ട കാലത്താണ് ഇങ്ങനെ വായിക്കുന്ന കുട്ടികളെയൊക്കെ കുറിച്ച് പറയേണ്ടി വരുന്നത്. ഏതായാലും ഈ ആവശ്യം അദ്ദേഹം കേട്ട് മറന്നു പോവുകയല്ല ചെയ്തത്. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ സമയത്ത് അവൾ ആഗ്രഹിച്ച പുസ്തകങ്ങളുമായി ദേ അവളുടെ വീട്ടിലേക്ക് ലുലു ഗ്രൂപ്പിൻ്റെ മീഡിയ ഹെഡ് സ്വരാജും അതുപോലെ ലുലു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി നൗഫൽ കരീമും അവിടെ എത്തി ദേ കൈമാറി. കാണാമത്. ഞാൻ ലൈബ്രറിയിൽ നിന്നാണ്, സ്കൂൾ ലൈബ്രറിയിൽ നിന്നും എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്നുമാണ് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുള്ളത്. പക്ഷെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങൾ തിരികെ കൊടുക്കാൻ ഒരു മടി പോലെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് തന്നത്. ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ്. എഴുത്തിലും കഥകൾ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ച് ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് കഥ പറയാനായിട്ട് മോള് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വരദയുടെ വായനാലോകം എന്ന് പറഞ്ഞൊരു സെഷൻ ചെയ്തിരുന്നു. ഒരു അരമണിക്കൂർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തത് വായനയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, വായന എങ്ങനെയാണ് വരദ മുന്നോട്ട് കാണുന്നത്, അങ്ങനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു ഒരു സെഷൻ. അപ്പോൾ ഇത്തവണ നിയമസഭാ പുസ്തകോത്സവത്തിലും ഒരു സെഷനുണ്ട്. അതിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്.
ഹോർത്തൂസിൽ വെച്ചായിരുന്നു, മനോരമ ഹോർത്തൂസ്. കഴിഞ്ഞ വർഷത്തെ ഹോർത്തൂസിനും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വായിക്കാനും എഴുതാനും പിന്നെ സെഷൻസ് കേട്ടിട്ട് എഴുത്തുകാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഹോർത്തൂസിലെത്തിയത്. അവിടെ വെച്ചാണ് ഞാൻ യൂസഫ് അലി സാറിനെ കണ്ടുമുട്ടുന്നത്. സാർ എനിക്ക് പുസ്തകം തരുമെന്ന് ഉറപ്പായിരുന്നു. കാരണം സാറിന് ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമോ എന്ന് ചോദിച്ചത്. ഈ ലൈബ്രറി മുഴുവൻ ഇപ്പം കുറച്ച് പുസ്തകങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ഫുൾ മുറിയായിട്ട് ലൈബ്രറി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ അടുത്ത പുസ്തകം എഴുതി കഴിഞ്ഞാൽ യൂസഫ് അലി സാറ് പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ആ പുസ്തകം എഴുതി തുടങ്ങുവാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ജനുവരി ആകുമ്പോൾ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ പറ്റുമെന്നാണ്. ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുസ്തകങ്ങൾ കൂടി. കണ്ടില്ലേ ആ സന്തോഷത്തിന് വേണ്ടി ചിലവഴിച്ച തുകയേക്കാൾ ആ ഉണ്ടാകുന്ന സന്തോഷം തിരിച്ചറിഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ മനസ്സും അതോടൊപ്പം അത് നൽകാൻ കാണിച്ച ആ താല്പര്യവും ഒക്കെയാണ് നമ്മുടെ വലുതെന്ന് വിചാരിക്കുന്ന വളരെ ചെറുതായ സമ്പത്തിൻ്റെ തിളക്കമാർന്ന അധ്യായങ്ങളായി മാറുന്നത്, അണയാതെ അവശേഷിക്കുന്ന നന്മയായി തീരുന്നത്.